പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രപ്പോസിഷൻസ് ആണ്. 3 പ്രപ്പോസിഷൻസ് മാത്രമേ നമ്മൾ ഇന്ന് കാണുന്നുള്ളൂ. അതായത് ഇൻ, ഓൺ, അറ്റ് എന്നുള്ള 3 എണ്ണം. അതിന്റെ പ്ലേസ് ആൻഡ് ടൈമിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ഇപ്പൊ ഈ പ്രപ്പോസിഷൻസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ എളുപ്പമല്ലേന്ന്. പക്ഷെങ്കിൽ ഇത് നമ്മൾക്ക് വളരെയധികം കൺഫ്യൂസിങ് ആയിട്ടും വരുന്ന ഒരു ഏരിയ ആണ് ഈ പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. വളരെ ചെറിയ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേങ്കിൽ അതിൻ്റെ കറക്റ്റ് പ്ലേസിങ് വരിക എന്ന് പറയുന്നത് ചില ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ കറക്റ്റ് പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ കാണാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് ഇടുക. അപ്പോൾ നമുക്ക് പ്രപ്പോസിഷൻസിന്റെ ഇൻ, ഓൺ, അറ്റ് എന്നുള്ള ഈ ഒരു ട്രയാങ്കുലർ ഫോർമാറ്റിൽ നമുക്കൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഇത് പ്രപ്പോസിഷൻ ഓഫ് ടൈം, പ്ലേസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ ഞാനിതൊരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ് വരച്ചിരിക്കുന്നത്. കാരണം എന്താണ്, ഇന്നെന്ന് പറയുന്നത് വലിയ കാര്യങ്ങളെ കുറിച്ച് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബിഗ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഓൺ എന്ന് പറയുന്നത് ഇതിനേക്കാട്ടിലും, അതായത് ഇന്നിനേക്കാട്ടിലും കുറച്ചും കൂടെ ചെറിയ കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓൺ ഉപയോഗിക്കുന്നത്. അറ്റ് എന്ന് പറയുന്നത് ഈ കൂട്ടത്തിലെ ഏറ്റവും കുഞ്ഞന്മാരെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായില്ല. ഇൻ, ഓൺ, അറ്റ്, ബിഗ്, സ്മോൾ, ടൈനി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ അതാണ് നമുക്കിത് ഓർത്ത് വെക്കാനായിട്ടുള്ള എളുപ്പമാർഗം. അപ്പം ഞാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഉപയോഗങ്ങൾ കാണിച്ചു തരാം. അപ്പം നമുക്കിനി ഇൻ എവിടെയൊക്കെ ഉപയോഗിക്കാം, അതായത് ടൈമിൻ്റെ ഇതിൽ കാറ്റഗറിയിൽ ഇൻ എവിടെയൊക്കെ ഉപയോഗിക്കാമെന്ന്. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സെഞ്ച്വറിയാണ്. ഇപ്പം നമ്മൾ 1800s എന്ന് പറയാം, ഇൻ 1800s അല്ലെങ്കിൽ ഇൻ 21st century. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുന്നത്. കാരണം അത് ഒരു ലോങ് ഡ്യൂറേഷൻ, ലോങ് സ്പാൻ ഓഫ് ടൈം ഉണ്ട് അല്ലേ. 100 years വരേണ്ട ഒരു സെഞ്ച്വറിക്ക് തന്നെ. അപ്പം ഇനി അടുത്തത് നിന്ന് ഡെക്കേഡ്. ഡെക്കേഡ് എന്ന് പറയുമ്പോൾ 10 years വരും അല്ലേ. ഇപ്പം 80s, 90s എന്നൊക്കെ പറയുന്നത് എന്താണ്, ഡെക്കേഡ്സ് ആണ് അല്ലേ. പിന്നെ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം 2020 എന്ന് പറയുന്നത് ഓൺ 2020 നമ്മൾ പറയത്തില്ല, അല്ലെങ്കിൽ 1999 ഓൺ 1999 എന്ന് പറയത്തില്ലല്ലോ. ഇൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മന്ത് ഏത് ഉപയോഗിക്കണം, ഏത് വേണേലും ഉപയോഗിക്കാം. മെയ്, ജൂൺ, ജൂലൈ ഏത് വേണേലും നമുക്ക് പറയാം. ഇൻ ജൂൺ, ഇൻ മെയ്, ഇൻ ജൂലൈ ഏത് വേണേലും പറയാം. ഇനി വീക്സ്, വീക്സിൻ്റെ അകത്ത് എന്താ 5 weeks. ഓക്കെ, ഇൻ 5 weeks time I will complete 10 lessons of English. ഓക്കെ, സോ അത് ഇൻ എന്നുള്ളതാണ് പറയുന്നത്. അല്ല ഓൺ 5 weeks ടൈം എന്ന് പറയുമോ, അല്ലെങ്കിൽ അറ്റ് 5 weeks ടൈം എന്ന് പറയുമോ, ഇല്ല, ഇൻ 5 weeks ടൈമാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് സീസൺസ്, എല്ലാ സീസൺസ്. അപ്പോൾ സമ്മർ, ഇൻ സമ്മർ സീസൺ. നമ്മൾ ഓൺ സമ്മർ സീസൺ എന്ന് പറയുമോ, ഇല്ല, ഇൻ സമ്മർ സീസൺ. അല്ലെങ്കിൽ വിൻ്റർ. അപ്പം നിങ്ങൾക്ക് ഏത് സീസൺ വേണേലും പറയാം. ഇനി പീരീഡ് ഓഫ് ടൈം എന്താ, ഇൻ ദ മോർണിംഗ് അല്ലേ. അപ്പം ഇൻ ദ മോർണിംഗ് അല്ല ഇൻ ദ ഈവനിങ്, ദ ഈവനിങ് ഏത് വേണേലും. ഒരു പീരീഡ് ഓഫ് ടൈം. പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഒരു സ്ട്രെച്ച് ഓഫ് ടൈം, ഇത്ര തൊട്ട് ഇത്ര സമയം വരെ ഉള്ളത് ആണ് നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ഇപ്പം മോർണിംഗ് ആണെങ്കിൽ അത് രാവിലെ തൊട്ട് ഉച്ചയാകുന്നിടം വരെ മോർണിംഗ് സെക്ഷനിൽ വരുന്നില്ലേ. അപ്പോൾ അത് കുറച്ചൊരു പ്രൊലോങ്ഡ് ഏരിയ ആണ്, കുറച്ച് കൂടുതൽ ടൈമാണ്. ഇനി അടുത്ത ഹോളിഡേയ്സ്. ഇപ്പോൾ ഓണം ഹോളിഡേയ്സ് വരാൻ പറ്റും. അപ്പം ഇൻ ഓണം ഹോളിഡേയ്സ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നിൽ ഉപയോഗിക്കുന്നത്, അതായത് ടൈം എന്ന കൺസെപ്റ്റിൽ ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്ലേസ് ഉള്ളത് നമുക്ക് അടുത്തത് നോക്കാവേ. അപ്പം നമുക്കിനി ഇൻ വിത്ത് റെഫറൻസ് ടു പ്ലേസ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ പോർഷൻസ് അല്ലെങ്കിൽ ഈ പ്രപ്പോസിഷൻസ് കാണുമ്പോൾ ഇത് വളരെ എളുപ്പമാണ്, എനിക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കരുത്. ഇത് നമ്മൾക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരുന്നതും
ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ സാധാരണ റിപ്പീറ്റ് ചെയ്ത് വരുന്നതുമായിട്ടൊരു ടോപ്പിക്കാണ് പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. കാരണം ഇത് നമുക്ക് കുറച്ച് ഒരു 2 അക്ഷരമുള്ള വാക്കും ഒക്കെ വെച്ചിട്ട് ട്രിക്കി ആയിട്ട് നമ്മളെ തെറ്റിക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ്. അതുകൊണ്ട് നമ്മളത് ഇച്ചിരി കാര്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. പിന്നെ അപ്പം നമുക്കിത് നോക്കാവേ. ഇത് നമുക്ക് എഡിറ്റ് ചെയ്തില്ലേ, എഡിറ്റിംഗ് സെക്ഷനിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം നമുക്കിത് ഇൻ വിത്ത് റെഫറൻസ് ടു പ്ലേസ് നോക്കാവേ. അപ്പം ആദ്യത്തെ കൺട്രീസ്, ഓക്കെ, ഇൻ ഇന്ത്യ. ഓക്കെ, ഇൻ ഇന്ത്യ എന്ന് പറയത്തുള്ളൂ, ഓൺ ഇന്ത്യ എന്ന് പറയത്തില്ല, അറ്റ് ഇന്ത്യ എന്ന് പറയത്തില്ല. കാരണം എന്താണ്, വൈഡർ സ്പേസ് ആയിട്ടുള്ള വലിയ സ്പേസ് ഉള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ ഇത് പറഞ്ഞല്ലോ, ഇന്നെന്ന് പറഞ്ഞാൽ വലുതാണ്, വെരി ബിഗ്. അപ്പോൾ വലിയ കാര്യങ്ങളെ കാണിക്കുന്നതൊക്കെ ഇന്ന കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് എന്താണ്, സ്റ്റേറ്റ്സ്. ഓക്കെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചെറുതാണ്. പക്ഷേ മറ്റുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് തീരെ ചെറിയ സാധനമൊന്നും അല്ലല്ലോ, അല്ലേ? അപ്പം അതുകൊണ്ട് സ്റ്റേറ്റിനും നമ്മൾ ഇന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞാൽ സിറ്റീസ്. നമ്മളിപ്പം ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ് തിരുവനന്തപുരം, കൊച്ചി എന്നൊക്കെ പറയുന്നത് വലിയ വലിയ സിറ്റീസാണ്, അല്ലേ? അല്ല കുഞ്ഞു കുഞ്ഞു സിറ്റീസ് അല്ലല്ലോ, അല്ല. ടൗണും അല്ല. ടൗണിൻ്റെയും സിറ്റിയുടെയും ഡിഫറൻസ് അറിയാമല്ലോ. ടൗൺ ആകുമ്പോഴത്തേക്കിനും അത്രയധികം ഡെവലപ്മെൻറ്റ് കാണത്തില്ല, പക്ഷേ ഇതിൽ സിറ്റി എന്ന് പറയുമ്പോഴത്തേനും വളരെയധികം ഡെവലപ്ഡ് ആയിരിക്കും. ലോകം മുഴുവൻ അറിയുന്നതായിരിക്കും ഒരു സിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ടൗൺ എന്ന് പറയുന്നത് അത്ര ആൾക്കാർ അറിയത്തില്ല. ഇതേപോലെ തന്നെ നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും തന്നെ തൊട്ടടുത്തുള്ള കൊച്ചു കൊച്ചു പഞ്ചായത്തുകൾ കാണും, കൊച്ചു കൊച്ചു മുക്കുകൾ കാണും, അല്ലേ? അപ്പം അങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ വളരെ വളരെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളാണ്. അപ്പം അത് നമ്മൾക്ക് ഇന്ന് വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇന്നവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇച്ചിരി വലിയതായിട്ടുള്ള ലോകം മുഴുവൻ അറിയുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഉപയോഗിക്കാം. അപ്പം അങ്ങനെ നമ്മൾ ഓർത്തിരിക്കാം. ഇനി വേറൊരു ഇതെന്ന് പറഞ്ഞാൽ എൻക്ലോസ്ഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പം നമ്മളൊരു കാറിൻ്റെ അകത്തിരിക്കുക, കാറ് തുറന്നല്ലോ കിടക്കുന്നത്, തുറന്ന കാറുകളൊക്കെ ഉണ്ട്, മൂടിയില്ലാത്ത കാറുകളൊക്കെ ഉണ്ട്. എന്നാലും നമ്മളുടെ സാധാരണ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് കാർ എന്ന് പറഞ്ഞാൽ മൂടിയുള്ളതാണ്, അല്ലേ? എല്ലാ സൈഡും 4 സൈഡും, 4 എല്ലാ സൈഡും മുകളിലും താഴെ എല്ലാം തന്നെ മൂടിയുള്ളതാണ്. അപ്പം അതിന് നമുക്ക് ഇൻ എ കാർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻ എ ബസ്, ഇൻ എ കാർ എന്ന് പറയാം. അപ്പം ഇൻ എ കാർ എന്ന് പറയുന്ന കാര്യം എന്താ, അത് എൻക്ലോസ്ഡ് സ്പേസ് ആയതുകൊണ്ട്, അതായത് വലിയ ഏരിയ ആയതുകൊണ്ടല്ല. അപ്പം അതാണ് ഈ ഒരു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇന്നെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഓർത്തോണം, അത് കുറച്ച് വൈഡർ ആയിട്ടുള്ളൊരു കാര്യമാണ്, വലിയൊരു കാര്യമാണ്. അതാണ് വിത്ത് റെഫറൻസ് ടു പ്ലേസ് ആൻഡ് ടൈമിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അതായത് ഇന്നിനേക്കാളും കുറച്ചുകൂടെ കുഞ്ഞന്മാര്, അവരാരാ, ഓൺ, അവനാണ് അടുത്ത സെക്ഷൻ. അപ്പം നമുക്ക് ഓണിനെ കാണാം. ഇനി അടുത്തത് നമ്മുടെ ഓണാണ്. ഓൺ ഇന്നിനെക്കാട്ടിലും കുറച്ചുകൂടെ കുഞ്ഞന്മാരാണ്, അല്ലെങ്കിൽ കുറച്ച് ഏരിയാസ്, കുറച്ച് ചെറിയ കാര്യങ്ങളെ കാണിക്കുന്നതാണ് ഓൺ. അപ്പോൾ ഓൺ വിത്ത് റെഫറൻസ് ടു ടൈം ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ തന്നെ ഡേയ്സ്. ഇപ്പം നമ്മൾ ഒരു ഡേയ്സ് പറയുകയാണെങ്കിൽ എങ്ങനെ പറയുന്നത്, അങ്ങനെ ഇൻ മൺഡേ എന്ന് പറയുമോ? ഇല്ല, ഓൺ മൺഡേ, അല്ലേ? ഓൺ മൺഡേ. ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡേറ്റ്സ് പറയുകയാണെങ്കിൽ ഓൺ 5th മാർച്ച്, അല്ലെങ്കിൽ ഓൺ മെയ് 6 എന്നൊക്കെ നമ്മൾ സ്പെസിഫിക് ഡേറ്റ്സ് ആയിട്ട് പറയും. ഇനി സ്പെസിഫിക് ഡേയ്സ്, ഡേറ്റ് അല്ല ഡേയ്സ്, പ്രത്യേക ദിവസങ്ങൾ. ഇപ്പം ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ഡേ അല്ലേ, അല്ലേ? അപ്പോൾ ബർത്ത് ഡേയ്സ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓണ് നമ്മൾ വിത്ത് റെഫറൻസ് ടു ടൈമായിട്ട് ഉപയോഗിക്കും. പിന്നെ ഡേ പ്ലസ് പാർട്ട് ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ ഇപ്പം സൺഡേ എന്ന് പറയുന്നത് ഒരു ദിവസമാണ്, ഡേ ആണ്. പ്ലസ് പാർട്ട് ഓഫ് ഡേ എന്ന് പറയുന്നത് സൺഡേ മോർണിംഗ്, സൺഡേ ഞായറാഴ്ച രാവിലെ, അല്ലേ?
ഞായർ എന്ന് പറയുന്ന ഒരു ഡേ ആണ്, രാവിലെ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ഡേ ആണ്. അപ്പം അത് രണ്ടും കൂടെ കൂട്ടി വരുമ്പോൾ ഡേ പ്ലസ് പാർട്ട് ഓഫ് ഡേ. അപ്പോൾ സൺഡേ മോർണിംഗ് അതും ഓണാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഹോളിഡേയ്സ് വിത്ത് ഡേ എന്ന് പറഞ്ഞാൽ ഇപ്പം ഹോളിഡേ ആയിരിക്കും, പക്ഷേ അല്ലാതെ അതിൻ്റെ കൂട്ടത്തിലൊരു ഡേയും കൂടെ നോക്കുക. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ഇപ്പം നമുക്ക് ഈസ്റ്റർ ഡേ, ഈസ്റ്റർ എന്ന് പറയുന്ന ഒരു ഹോളിഡേ ആണ്, ഈസ്റ്ററിൻ്റെ ഒന്ന് ഹോളിഡേ ആണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡേ എന്നുള്ളൊരു വാക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓൺ ഈസ്റ്റർ ഡേ എന്നുള്ളത്, അല്ലെങ്കിൽ ഓൺ ക്രിസ്മസ് ഈവ്, ഓൺ എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പം നമുക്ക് ഇനി അടുത്ത കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഓൺ വെച്ചിട്ട് പ്ലേസ് വിത്ത് റെഫറൻസ് ടു പ്ലേസ് കാണാം. അപ്പോൾ അത് നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കാം ഓൺ വിത്ത് റെഫറൻസ് ടു പ്ലേസ് ആണ്. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ അവന്യൂസ്. അവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്യൂ എന്ന് പറഞ്ഞാൽ ഈ സിറ്റിയിലും ടൗണിലും ഒക്കെ ഒരു നടവഴി കാണുമല്ലോ, നടക്കുന്ന വഴി കാണും. അപ്പോൾ അതിൻ്റെ ഇരുവശങ്ങളിലും മരമൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയുള്ള ചെറിയ വഴി, അതിനാണ് അവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മളൊരു 6th അവന്യൂ അല്ലെ 5th അവന്യൂ എന്ന് പറയുന്നൊരു ഇപ്പം റോഡിന് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഓൺ പറയാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഓൺ ദ 5th അവന്യൂ ഐ മീറ്റ് യു, ഞാൻ നിന്നെ ഇന്ന വഴിയിൽ വെച്ചിട്ട് നിന്നെ കാണാം എന്ന് പറയുന്നത്. ഇനി സർഫസസ്, സർഫസസ് എന്ന് പറഞ്ഞാൽ പ്രതലം അല്ലേ. അപ്പോൾ ഓൺ ദ ഫ്ലോർ, അപ്പോൾ തറ, ഓൺ ദ ഫ്ലോർ. അല്ലേ, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പം ഏത് മീൻസിലാണ് നിങ്ങൾ യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മീൻസ്? അപ്പം ഓൺ എ ബസ്. അപ്പം നമ്മൾ മുമ്പേ ഇന്ന് പഠിച്ച സമയത്ത് നമ്മളൊരു കാര്യം പഠിച്ചായിരുന്നു, ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നു. ഇപ്പം നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ബസ്സും ഒരു എൻക്ലോസ്ഡ് ഏരിയ ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത് അറിയാം? ഇപ്പോൾ ബസ്സിൻ്റെ അകത്ത്, ഇപ്പോൾ ബസ് എന്ന് പറയുന്നത് വലിയൊരു പോർഷനാണ്. ആ പോർഷൻ്റെ അകത്ത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ പോർഷൻ മതി അല്ലേ. അതുകൊണ്ടാണ് നമ്മളവിടെ ഓൺ എ ബസ് എന്ന് പറയുന്നത്, അല്ലെ ഇൻ എ ബസ് അല്ല. അല്ലെ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരും. നമ്മൾ ബസ്സിൻ്റെ അകത്തല്ലേ ഇരിക്കുന്നത്, അപ്പം ഇൻ എ ബസ് എന്ന് പറയും. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഏത് പ്രപ്പോസിഷനും യൂസ് ചെയ്യുമ്പോൾ ഓൺ എ ബസ്. പക്ഷേങ്കിൽ കാറിൻ്റെ കാര്യത്തിൽ, അതായത് ഒരു ചെറിയ കാറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു കാറിൻ്റെ അകത്ത് ആ ഒരു സ്പേസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ സ്പേസിൽ നമ്മൾക്ക് ഇരിക്കാനായിട്ട് ഉപയോഗിക്കും. പക്ഷേ ഒരു ബസ്സിൻ്റെ അകത്ത് ആ ബസ്സിൻ്റെ സ്പേസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ വളരെ കുറച്ച് സ്പേസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഓൺ എ ബസ് പറയുന്നത്. അപ്പോൾ കാറിലാണെങ്കിൽ ഇന്ന കാർ പറയും. ഓക്കെ, ഇനി മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. ഓൺ എ റേഡിയോ. റേഡിയോ എന്ന് പറയുന്നൊരു കമ്മ്യൂണിക്കേഷൻ മീൻസ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഇത് മിക്ക കുട്ടികളും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്, ഇൻ എ ബസ് എന്ന് പറയുന്ന കാര്യം. കാരണം നമ്മളത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ, ബസ്സിനുള്ളിൽ, ബസ്സിനകത്ത്, ബസ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ ഇത് വരുന്നത് എന്താണെന്ന് വെച്ചിട്ട് വലിയൊരു സ്പേസിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് സ്പേസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഓൺ എ ബസ് എന്ന് പറയുന്നത്. പക്ഷെ കാറിൽ എന്താ പറ്റുന്നത്, ചെറിയൊരു സ്പേസിൽ നമ്മൾ കൂടുതൽ ഏരിയ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ഇനി കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോവാം, അതായത് അറ്റ്. അപ്പം ഇനി അടുത്ത നമ്മൾ അറ്റിനെ കാണാം. ഓക്കെ, അറ്റ് വിത്ത് റെഫറൻസ് ടു ടൈം ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പം അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ 9 AM എന്ന് പറഞ്ഞാൽ അറ്റ് 9 AM എന്നല്ലേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ അറ്റ് 10 AM. നമ്മൾ ഒരിക്കലും ഇൻ 10 AM പറയത്തില്ല, ഓൺ 10 AM പറയത്തില്ല. പക്ഷേങ്കിൽ നമ്മൾ എപ്പോഴും സമയം പറയുമ്പോൾ അറ്റേ പറയത്തുള്ളൂ. ഇനി പാർട്സ് ഓഫ് ദി ഡേ. പാർട്സ് ഓഫ് ദി ഡേ ആകുമ്പോഴത്തേക്കിനും അറ്റ് മിഡ് നൈറ്റ് അല്ലേ. ഇപ്പം പാതിരാത്രി, ഇൻ മിഡ് നൈറ്റ് ഐ വിൽ കം, ഐ വിൽ വേക്ക് അപ്പ് എന്ന് പറയത്തില്ലല്ലോ. അറ്റ് മിഡ് നൈറ്റ് ഐ വോക്ക് അപ്പ് ആൻഡ് സോ എ ഡ്രീം ബിക്കോസ് ഐ സോ എ ഡ്രീം എന്നൊക്കെ പറയുന്ന അറ്റ് എന്നുള്ള ടൈമാണ്. ഓക്കെ, അല്ലെങ്കിൽ അറ്റ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദി ഡേ ആണ്. ഇനി ടൈം എന്ന് പറയുന്നത് അറ്റ് ദ മൊമെൻറ്റ് വെൻ ഐ സോ ദ സ്നേക്ക് ഐ ഫ്രൈറ്റൻഡ്.
ഓക്കെ, ദ മൊമെന്റ്, ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക സമയം, ഒരു പ്രത്യേക സമയം എന്നുള്ളതാണ് മൊമെന്റ് എന്ന് പറയുന്നത്. മൂവ്മെന്റ് അല്ല, ഇത് സ്പെല്ലിംഗ് നോക്കണം. മൊമെന്റ്, മൊമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു പ്രത്യേക സമയം, ഒരു സമയം. മൂവ്മെന്റ് ആണെങ്കിൽ എങ്ങനെ വരും? ആ അതിൻ്റെ അനക്കം അല്ലേ? അല്ലെങ്കിൽ ഇത് മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു നിമിഷം ആണ്. ഓക്കെ, ഹോളിഡേയ്സ് വിത്തൗട്ട് ഡേ ആണ്. അപ്പം എന്താ, നമുക്ക് ഈസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഹോളിഡേ ആണ്. നമ്മൾ മുമ്പേ ഈ സെയിം എക്സാമ്പിൾ തന്നെ എടുത്തിരുന്നത്. പക്ഷെ അവിടെ എന്താണ് നമ്മൾ ഉപയോഗിച്ചത്? ഈസ്റ്റർ ഡേ എന്നാണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ നമ്മൾ ഈസ്റ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സെയിം എക്സാമ്പിൾ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതിൻ്റെ തന്നെ പ്ലേസിലേക്ക് പോകാം. അപ്പം നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻ കാണാം. അറ്റ് അല്ലേ? പ്ലേസ് വിത്ത് റെഫറൻസ് ടു പ്ലേസ്. നമ്മളിപ്പോൾ ഒരാളുടെ അഡ്രസ്സ് പറയാം. അഡ്രസ്സ് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വീട്ടുപേര് പറഞ്ഞു, അല്ലെ ആളുടെ പേര്, വീട്ടുപേര് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ആ ഏരിയയിൽ വേറെ ആർക്കും കാണത്തില്ലല്ലോ ആ സെയിം വീട്ടുപേരുള്ളത്, അല്ലെങ്കിൽ ആ സെയിം പിൻകോഡിൽ തന്നെ സെയിം ലൊക്കാലിറ്റിയിൽ സെയിം ആളുടെ പേരും സെയിം അഡ്രസ്സും വേറെ ആൾക്കും കാണത്തില്ല. അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും നമ്മുടെ അഡ്രസ്സ് വരുന്നത്. അപ്പോൾ ആ അഡ്രസ്സിൽ വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഡ്രസ്സ് നിങ്ങൾക്ക് എഴുതുമ്പോൾ അറ്റ് ഇന്ന, ഇപ്പം അറ്റ് 201 എന്ന് പറഞ്ഞിട്ട് നമുക്ക് റൂം നമ്പറൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുപേര് കൊടുത്തിട്ട് നമുക്ക് എഴുതാം. ഇനി അടുത്ത സ്പെസിഫിക് ലൊക്കേഷൻ. എങ്ങനെയാണ് നമ്മൾ ഒരാളുടെ വീട്ടിൽ പോവുക, നമുക്കറിയാത്തൊരു സ്ഥലമാണ്, നമ്മൾ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ സ്പെസിഫിക് ലൊക്കേഷൻ പറയണം. ഇപ്പം ഞാൻ പറയാണ് എൻ്റെ വീട് കോട്ടയമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോട്ടയത്ത് വന്നിട്ട് എവിടെയൊക്കെ തപ്പും? കോട്ടയം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. അവിടെ എല്ലാം വന്നിട്ട് തപ്പാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ കുറച്ചും കൂടെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് തരണം അല്ലേ? അപ്പം ആ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് എത്ര മൈന്യൂട്ടായിട്ട് തരുന്നോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ എത്താൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പം അതാണ് സ്പെസിഫിക് ലൊക്കേഷൻ നമുക്ക് പറയേണ്ടത്. അപ്പോൾ ആ സ്പെസിഫിക് ലൊക്കേഷൻ കൂടെ കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്ഥലത്ത് എത്താൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഉള്ള ആ കുഞ്ഞു സ്ഥലങ്ങളില്ല, ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ പറഞ്ഞില്ലേ, വളരെ കുഞ്ഞായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളെ നമ്മൾ അറ്റ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇപ്പം ഇതിന് പകരമായിട്ട് ഞാൻ ആദ്യം തന്നെ പറയല്ലേ, ഇൻ കോട്ടയം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അറ്റ് പാക്കിൽ എന്ന് പറയുന്നത് കോട്ടയത്തുള്ളൊരു സ്ഥലമാണ്. അപ്പം ഈ ഒരു ഡിഫറൻസ് നമുക്ക് വരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വലിയ സ്ഥലത്തിന് നമ്മൾ ഇന്ന് കൊടുക്കും, അതിൻ്റെ അകത്ത് ചെറിയ സ്ഥലത്തിന് നമ്മൾ അറ്റ് കൊടുക്കും. അതാണ് ഈ സ്പെസിഫിക് ലൊക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ഇത് പ്രപ്പോസിഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പം മറക്കാതെ അടുത്ത വീഡിയോസ് കാണുക. ബൈ.